എനിക്ക് അഹമ്മദ് സാഹിബിനെ ഓർമ്മ വരുന്ന 69 മുതൽ നമ്മുടെ സപ്തകക്ഷി മന്ത്രിസഭ നമ്മൾ വിട്ടുപോയി. അഹമ്മദ് സാഹിബിന് വീണ്ടും ഓർത്തെടുക്കലാണ്. ഇത് അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് കണ്ണൂർ. സാറാണ് ഒരുപക്ഷെ ദീർഘകാലം അദ്ദേഹവുമായിട്ട് ഡൽഹിയിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. സാർ എന്നെ പലതവണയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ കുറുമുന്നണി എന്ന് പറഞ്ഞ സമയത്ത്, അന്നത്തെ ആ സമയത്താണ് നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ CHനെ തടയുന്ന സംഘർഷത്തിൽ ഒരു പാവപ്പെട്ട പൗലോസ് മരിച്ചു. അതിൽ ഒന്നിലും പെടാത്ത ആലിയാക്ക ആനയാണെന്ന് അറസ്റ്റ് ചെയ്ത് 3-ാം പ്രതിയാക്കി. അന്ന് അദ്ദേഹത്തിൻ്റെ കേസ് നോക്കാൻ വേണ്ടി വന്നു അഹമ്മദ് സാഹിബ് അതേപോലെ ജസ്റ്റിസ് V. ഖാലിദ് എന്നാണ്. അന്ന് മുതൽ അഹമ്മദ് സാഹിബിനെ അറിയാം. അഹമ്മദ് സാഹിബിനെ 2 വഴിക്കൂരിക്കറിയാം. ക്രിട്ടിക്കലായിട്ട് അഹമ്മദ് സാഹിബിനെ സ്നേഹിച്ചും അഹമ്മദ് സാഹിബ് ദേഷ്യപ്പെട്ടിട്ടും രണ്ടും ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഞാനും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലതിൽ വലിയ അടുപ്പായിരിക്കും. അപ്പോൾ അഭിപ്രായ വ്യത്യാസം പറയും, ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ടും പറയും. ഞാൻ മനസ്സിലൊന്നും വെക്കാറില്ല. പൊതുവേ പറയാൻ പറ്റുന്നതൊക്കെ പറയും. അപ്പം അങ്ങനെ പറഞ്ഞ് കൊണ്ടും കൊടുക്കുന്നൊക്കെ പറഞ്ഞ മാതിരി ജീവിച്ച ഞാൻ മരിക്കണ തലേ ദിവസം വരെ അന്ന് നിർഭാഗ്യവശാൽ ഒരേ സമയത്ത് ഒരേ സമയത്ത് പാർലമെൻറ്റിൽ ഉണ്ടാകുമ്പം മൂപ്പര് വരാൻ വൈകിക്കൊണ്ട് ഞാൻ മുമ്പിൽ, അദ്ദേഹം പിന്നിലുമായി. ഈ ജോയിൻറ്റ് സെഷൻ ജോയിൻറ്റ് സെഷൻ. അപ്പം ആ മരിക്കണ വരെയെന്ന് പറയാം. തലേ ദിവസം ഞങ്ങൾ വരുന്നത് മുനവർ തങ്ങളെ വീടിരിക്കലിന് ശേഷം ഞാൻ ഈ ജോയിൻറ്റ് സെഷൻ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞോ, നമുക്ക് ഒന്നിച്ച് പോകണം, തലേന്ന് തന്നെ പോകണം. ആ പോക്ക് ഞങ്ങൾ അവസാനത്തെ യാത്ര. ഞാനും എൻ്റെ ഭാര്യയും അഹമ്മദ് സാഹിബും ഷെഫീഖും ഒരുമിച്ച് നമ്മുടെ ഒപ്പര ഷെഫീഖ്. എന്തൊരു രസകരമായ യാത്രയായിരുന്നു. തമാശകളും കാര്യങ്ങളും. ബോംബെ പോയി, ബോംബെയിൽ ഇറങ്ങി, ലോഞ്ചിൽ പോയി, പിന്നീട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് അവസാനത്തെ യാത്ര. സാർ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂപ്പര മയ്യത്തായിട്ട് വരാനുള്ള യോഗമാണ്. അഹമ്മദ് സാഹിബിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ നല്ലത് തോന്നുന്നു. അല്ല, സാറിൻ്റെ ഏറ്റവും നല്ല ഓർമ്മ, സാറിന് വർഷങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അവസാന സമയം വരെ സാറ് കൂടെ ഉണ്ട്. അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അന്ന് വലിയ വാർത്തയായിട്ട് വന്നു. സാറാണ് ഒരുമിച്ച് അവസാനത്തെ ആ യാത്ര. ഞാൻ ജീവിതത്തിൽ പല അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ആവശ്യം, എൻ്റെ ബിസിനസ് ആവശ്യം, വല്ലാത്തൊരു ബുദ്ധിമുട്ടപ്പെട്ടു. വലിയ പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു. കേരള ഗവൺമെൻറ്റൊക്കെ എല്ലാവരും പക്ഷേ ചാലിയത്ത് പോർട്ട് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ പാടില്ല, ഇത്ര ദൂരം പാടില്ല. അത് വല്ലാത്തൊരു, ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത. ഈ ലൈറ്റ് ഹൗസിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം ആധുനിക ടെക്നോളജിയിലെ ലൈറ്റ് ഹൗസ് ഒന്നുമില്ല, സംഗതിയില്ല. ആ ലൈറ്റ് കാണണമെന്നില്ല ഷിപ്പിൽ വരാൻ. പക്ഷേ അതൊരു ചരിത്ര സ്മാരകമാണ്. നമ്മൾ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. പക്ഷേ ഈ ചാലിയം ഒരു പോർട്ട് വരുമ്പോൾ അവിടെ ഒരു മിനിമം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ ഒരു മുമ്പിലുണ്ടാക്കാൻ പാടില്ല. അപ്പം അന്ന് അതിന് ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ നായനാർ മന്ത്രിസഭയിൽ അദ്ദേഹം ഗവൺമെൻറ് ആളായിട്ട് അയച്ചെന്ന് TK ഹംസയെ. ഞങ്ങൾ വന്നിട്ട് ബേബിനെ കാണുന്നത്. ബേബിയെ എന്തിനാ എന്നെ കാണുന്നത്? അതിന് അഹമ്മദ് സാഹിബ് പറ്റുള്ളൂ. അഹമ്മദ് സാഹിബിനടുത്ത് പോകുന്നു. അപ്പം പിന്നെ എന്താണ് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാലേ നല്ലോണം കയക്കുമല്ലോ. എന്തോടോ എനിക്ക് എൻ്റെ അടുത്ത് വരാൻ നേരിട്ട് വരാതെ എന്തിനാ എങ്ങനെ വിളഞ്ഞു വരുന്നത്? പിന്നെ അനക്കാകൂലെന്ന് അങ്ങനെ വർത്താണ്ടല്ലോ. അതിൽ ഞാൻ പോലും കെട്ടിപ്പിടിക്കലും ഉമ്മോടൊക്കെ നിങ്ങളെ അഹമ്മദ് സാഹിബ് അതായിരുന്നു ഞങ്ങളെ പറഞ്ഞു. മൂപ്പര് ശരിയാക്കി.
MA ബേബി പറഞ്ഞ പോലെ മിനിസ്റ്റർ മുമ്പ് പോയിട്ട് ഇതിനു വേണ്ടി വാദിച്ചു. ഒന്നില്ല നിയമം മാറ്റാൻ ചുരുക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഉണ്ടായിത്തരാം, അവിടുന്ന് മാറ്റണം. അത്രത്തോളം ഇൻവോൾവ്മെൻ്റാണ്, ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ മൂപ്പരത് വേറെ രൂപത്തിൽ ശരിയായി തന്നു. പണിയെടുക്കാന്നില്ല ക്ലിയറൻസ് അമ്മസാബ്. ഞാൻ ഓരോന്ന് പറയണേ കുറേ ഉണ്ടാവും. പക്ഷെ അതാണ് എനിക്ക് അന്ന് അമ്മസാഹിബിൻ്റെ കഴിവിനെ പറ്റിയിട്ട് ആ ആർഗ്യുമെൻറ്റ്. ഒരു വക്കീലാണ് എന്നുള്ളത് പാർലമെൻറ്റിൽ ആർഗ്യൂ ചെയ്യുന്നത് മാതിരി തന്നെ മന്ത്രിയോട് നേരിട്ടിട്ട് കോർട്ടിലുമായി ആർഗ്യൂ ചെയ്ത് ക്ലിയറായി ഇത് പേഴ്സണൽ. പിന്നെ പബ്ലിക് ലൈഫിൽ ധാരാളം അദ്ദേഹമായിട്ട് നമ്മളിപ്പം പ്രസൻറ്റ് സിനാരിയോയിലേക്ക് വന്നാലേ, അപ്പോൾ കഴിഞ്ഞ ദിവസം സാറിൻ്റെ ഒരു പാർലമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും താഴേക്കാണ് പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും മോഡി സർക്കാർ നമുക്കറിയാം ഈ പ്രസിഡന്റ് കാര്യം താഴ്ന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഡൽഹി ഇലക്ഷൻ്റെ ഇന്നാണ് ഇപ്പോൾ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ BJP ആണ് ലീഡ് ചെയ്യുന്നത്, ആം ആദ്മി പാർട്ടി പിറകിലാണ് ഈ സംഭവം. അപ്പോൾ ഡൽഹിയും കൂടി ഇപ്പോൾ ഈ BJPയുടെ ഏകാധിപത്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാവി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇത് എല്ലാ കാലത്തും എല്ലാ നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള മോഡിജിമാർ പല സ്ഥലത്തും ഉണ്ടായിട്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കൊടികുത്തി വാഴിയൊരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഹിറ്റ്ലറാണെങ്കിലോ മുസാലിനി ആണെങ്കിലോ എല്ലാം. പിന്നെ വേറെ തന്നെ പല നമ്മുടെ അറബ് രാജ്യങ്ങളിൽ തന്നെ. പക്ഷേ നമ്മളൊക്കെ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞു നത്തിങ്. പക്ഷേ അതിനെതിലൊരു വിപ്ലവം വന്നില്ല. അത് വന്നേ തീരൂ. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം താന്നുകൊണ്ടിരിക്കന്നെ, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുവരെ ജനങ്ങൾ സഹിക്കുള്ളൂ, പിന്നെ ആയിരിക്കും അപ്രൈസിങ്. സാർ, അതേപോലെ തന്നെ ഇപ്പം അമേരിക്കയിൽ ട്രംപ് വന്നതിന് ശേഷം സഡൻലി ചേഞ്ചസ്. സാർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞ് ഗാസ ഞാൻ ടൂറിസ്റ്റ് കേന്ദ്രം, വിനോദസഞ്ചാര കേന്ദ്രമാക്കും, കുറേ സംഭവങ്ങൾ. ഇത് തന്നെയാണ് നമ്മുടെ കേന്ദ്രത്തിലും. നമുക്ക് ലക്ഷദ്വീപ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കാം. അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ ആൾക്കാരെയും ഗാസയിലെ പോലെ തന്നെയല്ലോ അതും. ഈ വലതുപക്ഷ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയാൻ പറ്റില്ല. ഈ മൊണാർക്കുകൾക്കൊക്കെ പറ്റുന്നതാണ്. ഇപ്പം അദ്ദേഹം പാർലമെൻറ്റ് ഒരു മെമ്പർ എണീറ്റായി ആദ്യം പറഞ്ഞത് ശ്രീമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂപ്പരാണ് ഇതൊക്കെ ചെയ്യണത്, വേറെ ആരുമല്ല. ഓൺലി എല്ലാ യോജനകളും നോക്കും. PM ജനശിക്ഷൻ യോജന, ജന്മൻ യോജന, എല്ലാ ഭീമായോ എവരിത്തിങ് ആ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. കുറച്ചു കാലം നടക്കും. സാറ് പ്രതീക്ഷിക്കുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നതാണോ? ഡെഫിനറ്റ്ലി ഉണ്ടായേ തീരൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വളർന്നത് ലോകാവസാനമായിരിക്കും. അല്ല, ഇപ്പോഴ് ഈ ട്രംപൊക്കെ പറയുന്നതേ അയാൾ എന്തിനും തയ്യാറായിട്ട്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ജനാധിപത്യ വിശ്വാസികളാണ്, ജനാധിപത്യമാണ്, പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ജനാധിപത്യത്തിലൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിലാണ് എല്ലാം തകർക്കുമെന്നാണ് പറയുന്നത്. സാർ, നമ്മൾ ഇന്ത്യക്കാരെ തന്നെ വിലങ്ങ് കാലിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അതൊക്കെ മെസ്സേജാണ്. മുമ്പ് ചെയ്തിട്ടുണ്ടോ, ആരെയും ഇത് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജായിട്ടുണ്ട്. അതിൽ വെറും അണിയിച്ച് അവർ വന്ന വിഷമത്തിലപ്പുറം അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. ഇതിലപ്പുറം ചെയ്യും. സാറിൻ്റെ പ്രവാസത്തെക്കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് വർഷങ്ങൾ കുറേ പിന്നിട്ടു. അത് 50 കുറേ വർഷങ്ങൾ പിന്നിട്ടാണ്. ഇപ്പോൾ അമേരിക്കയിലെ പ്രവാസികൾ, അത് ഇന്ത്യക്കാരായ പ്രവാസികളെ ഈ വിധം കൊണ്ടുവരുമ്പോൾ ഒരിക്കലുമില്ല. അവരൊക്കെ ഇപ്പം ഈ അമേരിക്കൻ പ്രവാസികൾ അവിടെ പാസ്പോർട്ട് കിട്ടിയ ആൾക്കാർ, ഞാൻ പല സംശയം അവരൊക്കെ മോഡിൻ്റെ ആൾക്കാരാണ്, ട്രംപിൻ്റെ ആൾക്കാരാണ്. അവരോട് സെറ്റിൽ ചെയ്തു, ഇനി കൂടുതലൊന്നും വരണ്ട, ഞങ്ങൾ അവസരം കളയണ്ട എന്നുള്ള ആൾക്കാരാണ് അധികം ഞാൻ കണ്ടത്. കാരണം അവിടെ പാസ്പോർട്ട് എടുത്ത ആൾക്കാർ അവർ മതി. ഇതിൽ പിന്നെ വർഗീയ വംശീയ വിവേചനങ്ങൾ വരും എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലായിടത്തും വരും.
അമേരിക്കയിലും വരും. അമേരിക്ക കൂടുതലുണ്ടാവും കറുത്ത മൃഗക്കാരോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനോട്. അതല്ലെങ്കിൽ അവരൊക്കെ വോട്ട് ചെയ്തിട്ടാണ് മോഡി വന്നിട്ടുള്ളത്. മുമ്പ് ഡെമോക്രാറ്റിന് വോട്ട് ചെയ്യുന്ന ഇന്ത്യക്കാർ, പഴയ ആൾക്കാർ, നമ്മൾ ബസ് പോണ മാതിരിയാണ്. എനിക്ക് സീറ്റ് കിട്ടി, ഇനി ബസ് കോഴിക്കോട് എത്തുന്ന ഒരാൾ നിർത്തരുത്. എന്താ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഇപ്പം ഈയിടെ പോയപ്പോൾ ഞാൻ പലപ്പോഴും അപ്പം ഞാൻ ഉറപ്പിച്ചു ട്രംപിനെ എങ്ങനെയാണ് വരിക. സാർ എക്സിറ്റ് പോളുകളൊക്കെ ആ സമയത്ത് വന്നതൊക്കെ ഡെമോക്രാറ്റ്സ് ഏകദേശം കമല വരും എന്നൊക്കെയുള്ള ഒരു ആ അവസാന സമയത്ത്, പക്ഷേ പിന്നെ വന്നപ്പോൾ ഭൂരിപക്ഷം സ്റ്റേറ്റുകളും പോയി. അതാണ് ഇപ്പം ഇവിടെ ഇപ്പം ആപ്പ് 100% ജയിക്കും പറഞ്ഞിരുന്നത്. പക്ഷെ ഡൽഹി വികസിക്കണമെങ്കിൽ BJP ഗവൺമെൻറ് വരണം എന്നുള്ള രൂപത്തിലാണ് LG പെരുമാറിയത്. നിങ്ങൾക്ക് ഫ്രീ വാട്ടർ കിട്ടുന്നു, ഫ്രീ മറ്റേ കിട്ടുന്നു, പക്ഷെ ഡൽഹിയിലൊന്നും ചെയ്യാൻ സാധിക്കണില്ല. ഡൽഹി ഒരു മാലിന്യ കൂമ്പാരായി മാറുകയാണ്. ഡൽഹിക്ക് പിന്നെ ഒരു പ്യുവർ എയർ, ഫ്രഷ് എയർ കിട്ടുന്ന ചുറ്റുപാട് വരെ ഗവൺമെൻറ് അതിനൊന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതല്ലേ. UP നിന്ന് വൈക്കോല് കത്തിച്ചിട്ട് ഇവിടെ അന്തരീക്ഷം പൊള്യൂട്ട് ചെയ്യാൻ ഡൽഹിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഫെഡറൽ സിസ്റ്റം ചെയ്യണ്ടേ? മിണ്ടിയിലല്ലോ, ചെയ്തില്ല. ഞങ്ങൾ ഒന്നെങ്കിലേ ചെയ്യുള്ളൂ. എല്ലാ സ്ഥലത്തും അതിനെ മോഡി ചെയ്യണത്. അതുപോലെയാണ് കേരളത്തിനോടും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ വഹാബ് സാർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടോട് കൂടിയാണ് നമ്മോട് സംസാരിച്ചത്. അതായത് വർത്തമാനകാലം എന്ന് പറയുമ്പോൾ ട്രംപ്, മോഡി എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ് സാധാരണ ജനാധിപത്യ വിശ്വാസികൾക്ക് പോലും. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇത് ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലർ ആണെങ്കിൽ, മുസോളിനി ആണെങ്കിൽ, അവരുടെ കാലത്തൊക്കെ അതിജീവിച്ച് ജനാധിപത്യം തിരികെ വന്നിട്ടുണ്ട് ശക്തമായിട്ട്. അതേപോലെ ഇന്ത്യയിലും ലോകത്തും ജനാധിപത്യം താമസിയാതെ ശക്തിയായിട്ട് തിരികെ വരും എന്ന പോസിറ്റീവ് നോട്ടാണ്. എന്തായാലും നിരാശപ്പെടരുത്, അരാഷ്ട്രീയക്കാരാകരുത്. അതെ, അത് കണ്ടിട്ട്, അതായത് ട്രംപിനെയും മോഡിയൊക്കെ കണ്ടിട്ട് അരാഷ്ട്രീയവാദികളാവരുത് എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. എന്തായാലും അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മകളിൽ ഡൽഹി പാർലമെൻറ്റ് നടക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അദ്ദേഹവുമായിട്ട്, അഹമ്മദ് സാഹിബുമായിട്ട് ഒരുപക്ഷെ ഏറ്റവും അധികം ആത്മബന്ധമുള്ള, അവസാന നാളുകളിൽ പോലും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് വഹാബ് സാർ. എന്തായാലും അദ്ദേഹം വന്നു, നമ്മോട് സംസാരിച്ചു. സാർ വളരെ സന്തോഷം. താങ്ക് യു. മോഡി സ്റ്റൈലിലായിക്കോട്ടെ.